റഷീദ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ നിർമ്മിക്കപ്പെട്ട് ഷൈജു ഖാലിദ് ക്യാമറ ചെയ്ത് വിഷ്ണു വിജയ് മ്യൂസിക് ചെയ്ത് ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ഈ നിരയിലിരിക്കുന്ന ഒരു പറ്റം ആളുകൾ അഭിനയിച്ച സിനിമയാണ് സൗബിക, ചാന്ദിനി, ശിവജിത്തേട്ടൻ, അങ്ങനെ ശബരീഷേട്ടൻ, നമ്മുടെ നിയാസൊക്കെ ഇവിടെ എല്ലാവരും. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-90-100 ദിവസത്തോളം 100 ദിവസത്തിൻ്റെ മേലെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ഈ പറയുന്ന ഒരു കള്ളുഷാപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നാടൻ പാട്ടുകളൊക്കെ ഉള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളൊക്കെയാണ് ഈ സിനിമ. ഒരു ഡാർക്ക് കോമഡി സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന പോലത്തെ ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ ഹ്യൂമറൊക്കെ വരുന്ന പോലെയായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശ്രീരാജിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടിലുള്ള ഒരാളാണ് ശ്രീരാജ്. നമ്മൾ സ്ഥിരം പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളിയുടെ ഷോർട്ട് ഫിലിമൊക്കെ ആണെങ്കിലും തൂമ്പ എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമിനൊക്കെ ഇങ്ങനത്തെ ഒരു കളറുണ്ട്. അതുപോലെ തന്നെയുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഈ സിനിമയിലുള്ളത്. അപ്പോൾ ഞങ്ങളെക്കാളും ഈ സിനിമ ആക്ച്വലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പറയുന്ന ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആക്ടേഴ്സ് ഉണ്ട്. വളരെ പുതിയ ആക്ടേഴ്സ് ഉണ്ട്. കുറേ കാലങ്ങളായിട്ട് നാടകമൊക്കെ ചെയ്ത, നാടകത്തിലൊക്കെ വളരെ പോപ്പുലറായിട്ട് നിന്ന ആക്ടേഴ്സൊക്കെ ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളുടെ കാത്തിരിപ്പാണ് ഈ സിനിമ. അപ്പോൾ ഞങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമയിൽ വരികയും അഭിനയിക്കുകയും ഇപ്പോൾ റിലീസിൻ്റെ അന്ന് വരെ പല നാടുകളിൽ നിന്നൊക്കെ ആയിട്ട് ഇവിടെ കൊച്ചിയിൽ വന്ന് വനിതാ വനിതയിൽ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കര പ്രതീക്ഷയോടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സ്വപ്നം പൂവണിയുന്ന ഒരു ദിവസം കൂടെയാണത്. അപ്പോൾ ഈ സിനിമ അവർക്കുള്ളതാണ് ആക്ച്വലി. ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഈ ആക്ടേഴ്സും പിന്നെ ഒരുപാട് പുതിയ സെറ്റ് ഓഫ് വേറെ കുറേ ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇവരെല്ലാവരും തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സിനിമ നല്ല അഭിപ്രായങ്ങളാണ് നമ്മൾ കണ്ടെടുത്തോളം കണ്ടവരൊക്കെ സംസാരിക്കുകയും വിളിക്കുകയും ഫോണിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തവർക്ക് നല്ല അഭിപ്രായമാണ്. തിയേറ്ററിലും നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് സൗബിക എല്ലാവരും ഉണ്ടായിരുന്നില്ലേ ഫിലിം കാണാനായിട്ട്? പകുതിയിലും അല്ലേ കുറേ പേര് കണ്ടായിരുന്നു. ഇഷ്ടമായില്ല പടം? തീർച്ചയായിട്ടും. താങ്ക് യു. ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പടം കണ്ടവർക്ക് മനസ്സിലാവും അത് എന്തുമാത്രം കുറച്ച് പ്രയാസമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യമാണെങ്കിലും കുറേ മേക്കപ്പ് രീതികളാണ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള പല മാനറിസങ്ങളാണല്ലോ അതിലുള്ള. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒരു നല്ലൊരു നാടൻ ഒരു ഭയങ്കര രസമുള്ള ഒരു ദാക്ഷിഭാസ്യം, അതിലൊരു എന്താ പറയുക കോമഡിയും അതുപോലെ ത്രില്ലറും ലവ് സ്റ്റോറി എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. നല്ല മെസ്സേജസ് കൊണ്ട് വരുന്നത് എല്ലാവരും കണ്ടവർ വിളിക്കുന്നുണ്ട്. കുറേ നാളെ കോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കോള് മെസ്സേജൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സന്തോഷം. നമസ്കാരം. ശ്രീരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ്റെ ഒരു വ്യത്യസ്തമാർന്ന ഒരു മേക്കിംഗ് ശൈലി നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിക്കും. ഞാൻ മൂവി തിയേറ്ററിൽ വെച്ച് കണ്ടത്. എല്ലാവരോടൊപ്പം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ആദ്യത്തെ ദിവസം വളരെ സന്തോഷമുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുള്ളൊരു സിനിമയാണിത്. കാരണം എല്ലാ സിനിമയും നമ്മൾ ആദ്യത്തെ ദിവസം എൻ്റെ സിനിമകൾ കാണുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ കൂടുതലും എൻ്റെ ഫസ്റ്റ് മൂവി ഇറങ്ങിയ ദിവസം ഞാൻ കാണാൻ പോകുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് മൂവി കണ്ടത്. തന്നിട്ടുള്ള ക്യാരക്ടർ മാക്സിമം നല്ലതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പടം കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. സന്തോഷം. സപ്പോർട്ട് ഉണ്ടാകും. എല്ലാവരും പറയണോ അതോ ചോദ്യം ചെയ്യണോ? എന്താണ്? ഓക്കെ. അപ്പോൾ ഒരു
ഞാൻ രാജൻ. ഒരു 10-18 വർഷമായിട്ട് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പ്രതാപൻ ആൻഡ് ഇതിലെ SIയുടെ റോൾ ചെയ്തിട്ടുള്ള CI റോൾ ചെയ്തിട്ടുള്ള രാംകുമാർ. ഇപ്പോൾ ഊരാളി എന്ന മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ട് ലിറിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ സേലം ഒത്തസവരും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ സിനിമക്കാരുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോൾ രഞ്ജിത്തൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പോകും വഴി നമ്മൾ വീണ്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ കോളങ്ങാട്ടുകര, അതായത് തൃശ്ശൂർ ജില്ലയിലെ കോളങ്ങാട്ടുകര എന്ന പ്രദേശത്തുള്ള ഒരു നാടക പ്രവർത്തകനാണ്. സുന്ദരൻ തച്ചപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചു കാലമായി നാടകങ്ങളോടൊപ്പം ഉണ്ട്. 50 വർഷത്തിലേറെയായി. ഇപ്പോൾ അവിചാരിതമായി ഒരു നല്ല സിനിമയിൽ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല കുറേ അഭിനേതാക്കളോടൊപ്പം ഒരു നല്ല സിനിമ ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ട്. അതിന് വഴിയൊരുക്കി തന്ന എല്ലാവരോടും നന്ദിയും സ്നേഹവുമുണ്ട്. ഇതിലെ തുപ്രൻ എന്ന കഥാപാത്രം അതിൽ കയ്യിൽ കിട്ടുമ്പോൾ അത് മുഴുവനായി പറഞ്ഞു തന്നിരുന്നില്ല എങ്കിലും ഓരോ ഷോട്ടുകൾ ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ പെർഫോമൻസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്ന ഒരു സംവിധായകനായിരുന്നു ശ്രീരാജ്. അതായത് പിടിവാശികളില്ലാതെ അതിൻ്റെ സെൻസ് കിട്ടിയാൽ മതി, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് ചെയ്യാം എന്ന അഭിനേതാവിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം ആ ലിമിറ്റിൽ നിന്ന് വിട്ട് കഥാപാത്രത്തെ വിജയിപ്പിക്കാൻ അഭിനേതാവിൻ്റെ പരമാവധി ചെയ്യാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷമുണ്ട്. അതോടൊപ്പം കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദിയും സ്നേഹവുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ് മാത്യൂസ് എന്നാണ്. ഞാനും ഒരു 5-8 വർഷമായിട്ട് തിയേറ്ററിൽ, ഇവരൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇപ്പോൾ രാജാവിനൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമ എബ്രഹാം ഓസ്ലറാണ്. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, അതുപോലെ ശ്രീരാജേട്ടൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റാൻ തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഓസ്ലറിൽ സൈജു ചേട്ടൻ്റെ ചെറുപ്പക്കാരാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്, പൂമാനമേ സോങ്. അപ്പോൾ അതിനുശേഷം ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് കഴിഞ്ഞ മൂവി അപേക്ഷിച്ച് ഇത് ഫൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറയുന്ന അതിൻ്റെ ഫൈറ്റ് ട്രെയിനിങ്ങും ചെയ്തതിൻ്റെ കൂടെയൊക്കെ കോമ്പിനേഷൻ പുള്ളിക്ക് കുറേ കിട്ടിയിട്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് കാരണം വെച്ചാൽ ഡമ്മി വടിയൊക്കെ ഞങ്ങൾ അടിച്ചു പഠിച്ചതൊക്കെ ശിവചേട്ടൻ്റെ മേത്തായിരുന്നു. അപ്പോൾ പക്ഷേ അത്രയ്ക്കും കോപ്പറേറ്റീവ് ആയിരുന്നു ചേട്ടൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് അത്തരത്തിലൊരു ടെൻഷനോ കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത്. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമസ്കാരം. വെറുതെ ആവശ്യമില്ലാണ്ട് ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് ഭയങ്കര പ്രശ്നം. സാറില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നം വർത്താനം പറയണതും ക്ഷമിക്കണം. എൻ്റെ പേര് രാംകുമാർ എന്നാണ്. ഞാൻ ഈ അവനെ നന്നായിരുന്നു പ്രധാനം പറയുന്നത്. അതിപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് നാടകം ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാം, നോക്കണ്ട. അപ്പോൾ ഈ സിനിമയിൽ CI എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ എന്താ സംഭവം എന്നുള്ളത്. കുറേ കാലമായിട്ട് നാടകങ്ങൾ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു. അങ്ങനെ ശ്രീരാജ് ചെയ്ത ആ തൂമ്പ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റി. അങ്ങനെ പ്രതാപൻ കാസ്റ്റ് ചെയ്തു നീ പറഞ്ഞു പറഞ്ഞ അതെ, പ്രതാപൻ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അത് പറയണം, അതാണ് ആളുടെ കാര്യം. അപ്പൊ അവൻ കാസ്റ്റ് ചെയ്ത കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്. ഞാൻ നന്നാവണത് അവൻ കാരനാണെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊന്നും നല്ല കാര്യം പോട്ടെ. അപ്പോ അങ്ങനെ സംഭവിച്ചു. തൂമ്പ കഴിഞ്ഞു വന്നിട്ട് ആള് ശ്രീരാജ് സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞു വിളിച്ചു വന്നു. അപ്പൊ ആള് ശ്രീരാജനോട് പറഞ്ഞൊരു കാര്യം, തൂമ്പയിലത്തെ അപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പോലീസുകാരനെ എങ്ങനെയുണ്ടാവും, അത് മതി എനിക്കെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പിന്നെ ചാടി ഇടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയും ഒരു കാര്യം പറഞ്ഞു. ഷൂട്ടിന്റെ ഇടയിൽ ഒരു സമയത്ത് ബേസിലായിട്ടുള്ള കോമ്പിനേഷന്റെ സമയത്ത് പറഞ്ഞു പൊട്ടെന്നൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു എന്നോട്. അപ്പൊ അങ്ങനെ കേട്ടപ്പോഴാണ് ഒരു ക്യാരക്ടറിന്റെ ഒരു പൂർണ്ണ രൂപം കിട്ടുന്നത്, ചെയ്യാൻ പറ്റണതൊക്കെ.
ഞാൻ നോക്കിയിട്ട് ഞാൻ പ്രധാനം സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ബേസിലിനെ പോലൊരു നടനായ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയതും വേറെ ചിലപ്പോൾ സംഭവിക്കുന്നില്ല. ചീത്ത പറയും ഓട്ടാന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോയില്ല നമ്മള്. അപ്പൊ അങ്ങനെ സംഭവിച്ചു. സിനിമ നന്നായി വന്നു എന്നാണ് പ്രതീക്ഷിക്കണേ. എല്ലാവരും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. നന്ദി, സന്തോഷം. സന്തോഷം. എൻ്റെ പേര് പ്രതാപൻ എന്നാണ്. ഇവരുടെ പേര് രാജൻ, രാംകുമാർ, ജോസഫ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് നാടകം ചെയ്തില്ല. മണി ഇതൊക്കെ ഞങ്ങൾ തൃശ്ശൂരുള്ള നാടകപ്രവർത്തകരും ഒക്കെയാണ്. ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്, ഈ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഉണ്ട് എബ്രു സൈമൺ. വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ശ്രീരാജ് ഇതിനുള്ളിൽ കയറിയിട്ടില്ല അല്ലേ? ശ്രീരാജ് കഴിഞ്ഞ പടം, അതായത് ഷോർട്ട് ഫിലിം തൂമ്പ ചെയ്യണ നേരത്ത് എബ്രു ശ്രീരാജിനെ കൊണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരെ എന്നോട് നമുക്ക് ഇങ്ങനെ ഒരു പടം ഉണ്ട്, അതിൻ്റെ കാസ്റ്റിംഗ് നോക്കണം എന്ന് പറഞ്ഞ്. ആകെ 5 പേരുള്ളൂ തൂമ്പയില്. രാമൻ്റെ ഭാര്യയും പിന്നെ 2 ചെറിയ കുട്ടികളും. അപ്പൊ ഞാനത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ ആ കാസ്റ്റിങ്ങിനെ കണ്ടത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നി. 5 പേരെ കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നി. ഞാൻ നന്നായി കാസ്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് രാമൻ വന്നത്. നേരത്തെ ഞങ്ങൾ 25 വർഷമായിട്ട് നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട. ഞങ്ങൾ ഭയങ്കര ജോഡിയായിട്ട് പലപ്പോഴും അളിയൻ, അച്ഛൻ, അമ്മ, മകൻ അങ്ങനെയൊക്കെ ധാരാളം ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ശ്രീരാജായിട്ട് സൗഹൃദത്തിലാണെങ്കിലും ശ്രീരാജ് ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞത്. എന്നോട് ആദ്യം ശ്രീരാജ് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിനക്ക് പ്രതാപനെ ഇഷ്ടമുള്ളത് ചെയ്തോന്ന് പറഞ്ഞതിൽ. ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ കള്ളുടിയന്മാരേല്. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളുടിയാന്ന് പറഞ്ഞു. അത് ശ്രീരാജ് സമ്മതിച്ചില്ല. ശ്രീരാജ് പറഞ്ഞു, അത് ആരായാലും പ്രതാപനെ തരില്ലേ എന്ന് പറഞ്ഞു. അത് ഇഷ്ടംപോലെ ആൾക്കാർ പ്രതാപനെ കള്ള് ഷാപ്പുകാരനായിട്ടും പെണ്ണുപിടിയനായിട്ടും ചെരുപ്പുത്തിയായിട്ടും തരും. അപ്പം ഇതിൽ നമുക്കത് മാറ്റി പിടിക്കാന്നാണ് ഞാനതിട്ട് വാദിച്ചു. മണിയുടെ അടുത്ത് പോയിട്ടൊക്കെ ശ്രീരാജിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് മണിയുടെ അടുത്ത് പോയിട്ട് സങ്കടമൊക്കെ പറഞ്ഞു. എന്നോട് ഞാൻ കള്ളുടിയനായിട്ട് ചെയ്തോണ്ടാ എന്നെ ചെയ്യാക്കല്ലെന്ന് പറയടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സങ്കടമൊക്കെ പറഞ്ഞു. ശ്രീരാജ് അല്ലല്ല, അത് വേണ്ട, ഇതെന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് 1-2 ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. 2 ദിവസം കഴിയുമ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര രസമായി. അത് നമുക്ക് പറ്റും എന്ന് തോന്നിയത്. അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നിയത്, നമ്മൾ പലപ്പോഴും സിനിമകളിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് അങ്ങനെ നമുക്കൊരു ഡയലോഗ് ഒരാളോട് പറയുന്നു. അപ്പോൾ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. കുറച്ചും കൂടി സ്റ്റാർഡമുള്ള നടനാണെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കയറി പറയുന്നു, അല്ലെങ്കിൽ അയാൾ ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ നേരത്ത് പലപ്പോഴും അത് നമുക്ക് അനുവദിച്ച് കിട്ടാറില്ല. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ സൗബിൻ്റെയും ബേസിലിൻ്റെ കൂടെ അഭിനയിക്കുന്ന നേരത്തത് അതിൽ ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബേസിലിനൊക്കെ ഞങ്ങൾ ഭയങ്കര കളിയാക്കി, ഞങ്ങളെല്ലാവരും കളിയാക്കൊക്കെ ചെയ്യായിരുന്നു റോട്ടിൽ. അങ്ങനെ അപ്പോൾ ബേസിൽ അലക്ക് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിൽ. സൗബിനും അങ്ങനെ തന്നെയായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അതായത് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പറയുന്നതെന്നല്ല കേട്ടോ അത് സത്യത്തിൽ. അത് അതിൻ്റെ ഏറ്റവും വലിയ സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്നത്. കാരണം മറ്റു പലരും നടന്മാരുടെ അടുത്ത് അഭിനയിക്കുന്നത് നമുക്ക് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കിട്ടാറില്ല. ആ ഡയലോഗ് പറയണ്ട, നീ എന്നെ ഇടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇടിക്കുന്ന നേരത്ത് സൗബിൻ്റെ നെഞ്ചിലെ രോമൊക്കെ പോയിന്ന സൗബിൻ രോമം പോയി ചേട്ടാ. അത് ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. രോമം പോയതല്ലട്ടാ സന്തോഷം. അത് ആളത് രോമം പോയാലും നെഞ്ചിൽ രോമം പോയാലും കുഴപ്പമില്ല, അത് കുഴപ്പമില്ല എന്ന് പറയേണ്ട ഒരു മൂഡ് നമ്മളെ സംബന്ധിച്ച്, നമ്മളെ പോലത്തെ ഒരു പുതിയ ആളെ സംബന്ധിച്ച് അത് വലിയ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ശ്രീരാജ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതായത് അയാളുടെ അടുത്ത് എന്ത് ഇംപ്രൂവൈസ്, സുന്ദരേട്ടൻ പറഞ്ഞാൽ എന്ത് ഇംപ്രൂവൈസ് ചെയ്യാനും വളരെ സ്വാതന്ത്ര്യമുള്ള ആളാണ്. ചില ഇംപ്രൂവൈസ് വേണ്ട എന്ന് പറയും, ചിലത് പൊക്കോട്ടെ മുകളിലേക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സ്വാതന്ത്ര്യം തരുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അൻവർ റഷീദ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, അത്രയും സീനിയർ ആയിട്ടുള്ള ഡയറക്ടറായിരുന്നു. പക്ഷെ അയാൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു സാന്നിധ്യം അയാള് ബോധ്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അയാളെ പോലത്തെ ഒരു പ്രൊഡ്യൂസറും ഇല്ല എങ്ങനെ അഭിനയിക്കുക, ഡയറക്ടറും ഇല്ല എങ്ങനെ അഭിനയിക്കുക എന്നുള്ളത് വലിയ ചിന്ത ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പക്ഷെ അയാൾ ഭയങ്കര ഇൻവിസിബിളായിട്ട് നിൽക്കുമായിരുന്നു ആ ലൊക്കേഷനിൽ. അത് വല്ലാത്തൊരു സ്വാതന്ത്ര്യം. അത് ഇൻവിസിബിളായിട്ട് നിൽക്കുകയും ചെയ്യും. അയാൾ ഒരു കാര്യം നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് വല്ലാത്ത സ്വാതന്ത്ര്യം തരും. അത് മോശമായി ചിരിക്കാം, മോശമായി ചിലപ്പോൾ ചിരിക്കും.
അത് വലിയ സ്വാതന്ത്ര്യം ഒരു നടനെ സംബന്ധിച്ചത്. വലിയൊരു കുറച്ചും കൂടി നന്നായി ചെയ്യുക എന്നൊരു സ്ഥലത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ശബരീഷ് വർമ്മയ്ക്ക്. എൻ്റെ പേര് തോട്ട ബിജു. ഞാൻ മാപ്രാണം ഭാഗത്ത് പെട്ടി ഓട്ടോറിക്ഷ ഓടിക്കലാണ് എൻ്റെ പണി. അത്യാവശ്യം ഗുണ്ടാപ്പണിയൊക്കെ ഉള്ള ഒരാളാണ്. പ്രാവിൻകൂട് ഷാപ്പിലെ ഒരു സ്ഥിരം കള്ളുകുടിയനാണ്. ഇതാണ് എനിക്ക് തന്ന ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ. ഇതിൽ പടം കണ്ടവർ എന്നെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും തിരിച്ചറിഞ്ഞോട്, ചിലരൊക്കെ തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞവരും അതും സന്തോഷമായി. അത് മാത്രമേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഗെറ്റപ്പ് ഭയങ്കരമായിട്ട് മാറി ചെയ്യുന്ന ആദ്യത്തെ ഒരു സിനിമയാണ്. റോണക്സ് ആണ് ഇതിൻ്റെ മേക്കപ്പ് ചെയ്തത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 10 സെക്കൻഡ് കണ്ണാടി നോക്കിയപ്പം എന്നെ ഈ കോലത്തിൽ കാണുന്നതിലൊരു, അതെങ്ങനെ ഇപ്പോൾ പറയാം, അതിനൊരു പ്രത്യേകിച്ച് വാക്ക് മലയാളത്തിൽ പറയാൻ പറ്റില്ല. അത് നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഈ പടത്തിൽ, അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു കുടുംബചിത്രമാണ്. ഈ പടത്തിൻ്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഇതിൽ വളരെ അടുത്ത് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫാമിലി, എൻ്റെ ഒരു കുടുംബത്തിലേക്ക് പോകുന്ന പോലെ തന്നെയായിരുന്നു ഇതിൻ്റെ അകത്ത് വന്നിരുന്നത്. പിന്നെ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞത് എന്താ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ രണ്ടുപേരും സമ്മതിച്ചു തന്നു. രണ്ടുപേരും സംവിധായകരാണ്. ഒരു പടം എടുത്ത ആ പടത്തിൻ്റെ സീൻ എത്രത്തോളം ഭംഗിയായിട്ട് വരുന്ന വ്യക്തമായ ധാരണയും ആഗ്രഹമുള്ള രണ്ടുപേരായിരുന്നു. അപ്പം അവർ സമ്മതിച്ച് അതൊരു അത്ഭുതമില്ല അല്ലേ. ഇനി പടത്തിനെ കുറിച്ച് എല്ലാം ആദ്യം തന്നെ ബേസിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോ ഒന്നും ഇവരെ ഓരോരുത്തരോടും ഒന്നും ചോദിക്കുന്നൊന്നും മട്ടില് എല്ലാ ഡീറ്റെയിൽസും ആദ്യം തന്നെ പറഞ്ഞു. ഇനിയിപ്പോ എന്താ പറയാനല്ലേ. ഇപ്പൊ നമുക്ക് നിയാസിക്ക് കൊടുക്കാം. നമ്മള് സിലോൺ മാമൻ. അതെ, ഞാൻ സിലോൺ മാമൻ. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, ഞാൻ മറിമായത്തില് ഒരു 14 വർഷമായിട്ട് മറിമായം എന്നുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളിങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിലൊരു ചേഞ്ച് ക്യാരക്ടർ ഇതിനോടൊക്കെ ആ ഒരു പാറ്റേണിൽ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്ത ഏതെങ്കിലും സംഭവമായിട്ട് സാമ്യമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം നമുക്കും അതുപോലെ വിളിക്കുന്നവർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു നല്ല ഡയറക്ടർ വിചാരിച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇനിയും മനോഹരമായിട്ട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് വിശ്വസിപ്പിച്ച ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം സിലോൺ മാമൻ എന്നുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഈ 14 വർഷം ചെയ്ത മറിമായത്തിലോ ഇതുവരെ ചെയ്ത സിനിമയിലോ ഇല്ല. അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ എൻ്റെ ഈ സിനിമ ഷൂട്ട് നടന്നത് എൻ്റെ നാട്ടിലാണ്, വടക്കാഞ്ചേരി ഒരു 5 കിലോമീറ്ററിനകത്ത് ലെജൻഡുകളായിട്ടുള്ള ഒരുപാട് ആൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള നാടാണ്. ഭരതൻ, ഒടുവിൽ ലക്ഷ്മൺ, പിന്നെ കലാണ്ടൻ ഹൈദരലി, എൻ്റെ ഫാദർ, അങ്ങനെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ ഒരു പരിസരത്താണ് ഈ ഷൂട്ട് നടന്നത്. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ത്രില്ലായിട്ട് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമയുടെ ഒരു ഫോട്ടോഗ്രാഫിക് ഒരു സെൻസ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ. വെങ്കലം എന്നുള്ള ഭരതേട്ടൻ്റെ വെങ്കലം എന്നുള്ള സിനിമ, താഴ്വാരം എന്നുള്ള സിനിമയൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, അതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈല് 100% എൻ്റെ നാട്ടിൽ, ഞാൻ വടക്കാഞ്ചേരി പച്ചയായിട്ടുള്ള ഒരു ഗ്രാമമാണ് നാട്. അവിടെ നാട്ടിൽ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് വളരെ സാമ്യമുണ്ട് ഇതിലെ പല ക്യാരക്ടേഴ്സും. അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമയിൽ നിന്ന് മാറി നിന്ന് ഒരു നാട്ടിലേക്ക് നോക്കുന്നത് പോലുള്ള ഒരു കാഴ്ച ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായമാണ്. പിന്നെ ടോട്ടലി ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ്. അതിന് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെഗ്നായിട്ടുള്ള റോണക്സിനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരവിരുത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ ബൈക്കാണെങ്കിലും എല്ലാവർക്കും, അതേമാതിരി ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ സിനിമയുടെ വളരെ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തു. എന്തായാലും സിനിമ ആളുകൾ ഏറ്റെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ RRനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇനിയും കാണാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പ്രാവിൻകൂട് ഷാപ്പ്. താങ്ക് യു. അതായത് നിങ്ങൾ അവിടെ നിന്ന്
ഇവിടം വരെയുള്ള ആൾക്കാർ സംസാരിച്ചപ്പോൾ കിട്ടിയൊരു വൈബില്ലേ, ഇതാണ് പ്രാവിൻകൂട് ഷാപ്പ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ ഡോസ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഈ ചെറിയൊരു ചിരി ഇവിടെ പച്ചയായ, ഇപ്പം ഇവർ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞത്, പച്ചയായ പെർഫോമൻസ് നിങ്ങൾക്ക് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ കാണാം. ഇത്രയും നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ പ്രാവിൻകൂട് ഷാപ്പിൻ്റെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഷാപ്പിലെ കുടിയന്മാർ ശരിക്കും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഹലോ, ഹായ്, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഈ പടത്തിൻ്റെ അകത്ത് കൊത്തി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയാണ് ഇതുപോലെയുള്ള വലിയ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് രേവതി എന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. ശ്രീരാഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അൻവർ റഷീദ് പ്രൊഡക്ഷൻ, ഷൈജു ഖാലിദ് DOP, പിന്നെ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും കൂടെ ഒരു നല്ല ക്രൂ ആയിരുന്നു. വർക്ക് ചെയ്യാൻ പറ്റി, ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ സംസാരിക്കാനാണ് ഇച്ചിരി കംഫർട്ട് കുറവ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം. കല്യാണി എന്നാണ് ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്. താങ്ക് യു. എൻ്റെ പേര് രാജിയ റൺസി. ഇതിൽ റാണിമോൾ എന്നൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്തത്. എന്നെ സിനിമയിലോട്ട് വിളിച്ചത് ഞാൻ പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിതിൻ ഉണ്ടായിരുന്നു. ഈ പടത്തിൽ അസോസിയേറ്റ് ആണ്. നിതിനും പ്രസവം കൂടിയാണ് വിളിച്ചത്. ഒരു ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, രാജിച്ചി തിരക്കിലാണോ? ഞാൻ എന്ത് കൊണക്കടാ, ഞാനിവിടെ പൊന്മുട്ടേന്ന് ആറാമുട്ടേക്കായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ കണ്ടു, കുറച്ച് കാര്യങ്ങളും ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ആരാ നായകൻ? സ്ഥിര ആൾക്കാർ ചോദിക്കുമ്പോൾ സൗദിക്കാൻ കൊള്ളാം, അടുത്തോ പിന്നെ പൊളി കിട്ടുമോ? അപ്പോൾ പെർഫോം ചെയ്യേ. ഒന്ന് ചെയ്തു, രണ്ട് ചെയ്തു, മൂന്നാമത്തെ അപ്പോൾ ഓക്കെ ശരി വിളിക്കാം. വീട്ടിൽ വന്നിട്ട് സകല ദൈവങ്ങളെയും വിളിച്ചു. രാത്രി 12:00 വിളിച്ചു ചോദിച്ചു, എന്തായാലും വല്ലതും നടക്കുമോ? ഒന്നുമില്ല, രാജി വിളിക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഫോൺ വന്നിട്ട് പറഞ്ഞു, രാജിച്ച് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പുതുമുഖങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റി. അതിൽ എന്താ പറയുക, 5 പോലീസുകാരോട് നിൽക്കാൻ പറ്റി. പിന്നെ ആദ്യത്തെ സീൻ ഒരു ബേസിൻ്റെ കൂടെയാണ് ഒരു സീനിൽ വർക്ക് ചെയ്തത്. ഡയലോഗ് വന്ന സാധനം. അപ്പോൾ സത്യം പറഞ്ഞാൽ 5 ഡയറക്ടർമാരുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ്. സൗഭിക്കാനോട് സംസാരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് ചെയ്തിട്ടൊന്ന് ബേസിൽ നോക്കും എന്താണ് എക്സ്പ്രഷൻ. അപ്പോൾ കുഴപ്പമില്ല, ഓക്കെ. പിന്നെ DOP നോക്കും, ഓക്കെയാണ്. അബ്രൂവർ നോക്കും. ശ്രീരാജൻ പറഞ്ഞു തന്നു. ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു കൗണ്ടറിൽ ചിരിക്കുന്നൊരു സാധനമുണ്ട് ബേസിൽ, ഭയങ്കര സീരിയസ് ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ അറിയാണ്ട് ചിരിച്ചപ്പോൾ അത് പിടിച്ച കുട്ടമ്പിള്ളയെന്ന് പറഞ്ഞു. കുട്ടമ്പിള്ളയെന്നാണ് സെറ്റ് വിളിച്ച് കളിയായിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുട്ടമ്പിള്ള അങ്ങനെ ചിരിച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ കുറേ പേർക്ക് കൂട്ടത്തിൽ ഞങ്ങൾ 4-5 പേർക്ക് നിൽക്കുന്ന സമയത്ത് ഇത് അയാൾ പറയും, ഇത് അങ്ങനെ പറയും, ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇല്ലാത്ത സാധനം വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചില ഡയലോഗുകൾ എല്ലാവർക്കും. ഇത്രയും സപ്പോർട്ടീവായിട്ട് ഈ ബേസിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു കുറച്ച് ദിവസങ്ങളും കൂടിയാണ് അവിടെ. ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ സൗഭിക്കയുടെ കൂടെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം. ആരെങ്കിലും വിളിക്കുമായിരിക്കും. ഇല്ലേ, വിളിക്കില്ലേ? ഇക്ക വിളിക്കോ? പിന്നെ പ്രതാപേട്ടനെ എടുത്ത് പറയാം. കാരണം പേരിലൂരിലൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. രാമേട്ടൻ എന്നെ ഞെട്ടിച്ചു. കാരണം തൂമ്പ ഷോർട്ട് ഫിലിം കാണുന്നത് ഡയറക്ടർ അറിയുമെന്ന് അറിയില്ല. ഷൂട്ടിൻ്റെ തലേ ദിവസമാണ് എന്നുവെച്ചാൽ രാമേട്ടനെ പ്രതാപേട്ടനെ അഴിച്ചു തന്നു. സത്യം ഞാൻ കണ്ടില്ല. അപ്പോൾ ഷൂട്ടിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് കണ്ടപ്പോൾ ഒത്തിരി കൊള്ളാമല്ലോ. ഞാനന്നിരുന്ന് നിർത്തി പിടിച്ച് ഷെയർ ചെയ്തു. രാവിലെ ഞാൻ വന്നപ്പോൾ രാമേട്ടനെ കണ്ടപ്പോൾ ഈ മനുഷ്യനാണ് അത് ചെയ്തത്. പക്ഷെ പോലീസായിട്ട് യൂണിഫോം ഇട്ട് വന്നു കഴിയുമ്പോൾ ഞെട്ടിപ്പോവും. ലൊക്കേഷനിൽ കൂലിപ്പണിക്കാരെ പോലെ എല്ലാവരും നിൽക്കണതേ. യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഇരിക്കണമില്ലേ സിമ്പിളായിട്ട്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആരെയും മനസ്സിലായിട്ടില്ല. ആ മേക്കപ്പ് സ്റ്റൈല് സൗഭിക്ക കാലൊക്കെ വെച്ചിട്ട് അഭിനയിക്കുന്ന സീനൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഭയങ്കര ഫാനാണ് എൻ്റെ കുട്ടികളൊക്കെ. സൗഭിക്കനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഹസ്ബൻഡോട് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണേ പറഞ്ഞു. ഞാൻ കഥ പറഞ്ഞാൽ ഇപ്പം സംസാരിച്ച് ഹീരോന്നുള്ള ആൾക്കാരല്ല. അതിലെ ചാന്ദിനി ഒരു രക്ഷയില്ല. എൻ്റെ മോളെ എന്താ പറയുക, എടുത്തു പറയുന്നൊരു നടി തന്നെയാണ്. അത്ര രസമായിട്ട് അസാധ്യമായിട്ട് പെർഫോം ചെയ്ത്. നോട്ടാണെങ്കിലും കൗണ്ടറാണെങ്കിലും എവിടെയൊക്കെയാണ് കോമഡി തന്നെ എനിക്ക് തന്നെ മനസ്സിലാവണില്ല. ഭയങ്കര രസമായിട്ട് ചെയ്തു. കുറേ സംസാരിച്ചാൽ കയ്യിൽ പോകും. ഞാനിത് കൊടുക്കാറുള്ളത്.
അപ്പോൾ എല്ലാവരും സിനിമ ഫാമിലി ആയിട്ട് തന്നെ കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രണയവും വൈറ്റും കോമഡി ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം, എൻ്റെ പേര് മണി. ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബേസിക്കോടെ മിന്നൽ മുരളി. ഞാൻ ശ്രീരാജിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ പടം ഓണാകാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ സിനിമ നടന്നു. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. ഞാനിതിൽ ചിയാരം കുട്ടാപ്പ് എന്ന് പറഞ്ഞ റോളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ക്രൂവിൻ്റെ കൂടിയും പിന്നെ അമ്പുക്ക അതേപോലെ തന്നെ ഷൈജുക്ക ഇവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പേഴ്സണൽ ഒരു സംഭവം തന്നെ, ഞാൻ സ്ക്രീനിൽ കണ്ടു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട നടനാണ് എനിക്ക് സൗബിക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം. അത് എനിക്ക് ശ്രീരാജ് മൂലം എനിക്ക് സംഭവിച്ചു. അതെൻ്റെ ഒരു പേഴ്സണൽ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അത് സംഭവിച്ചു. സന്തോഷം. ബാക്കി നിങ്ങളെല്ലാവരും സിനിമ കണ്ട് അഭിപ്രായം മറ്റുള്ളവർക്ക് പറയാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറഞ്ഞത് തിയേറ്ററിലെ ആളെ നിറയ്ക്കുക, അത്ര പറയാനുള്ളൂ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. നമസ്കാരം. കാസർഗോഡുകാരനാണ്. ഈ സിനിമ മുമ്പേ മദനോത്സവം എന്നുള്ള സിനിമയിൽ, രേഖ എന്നുള്ള സിനിമയിലൊക്കെ 2 സിനിമയിലാണ് ഞാൻ കാര്യമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. മദനോത്സവത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും രേഖയിലെ വിൻസിയുടെ അച്ഛനായിട്ടുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രാവീൺവുഡ് ഷാപ്പിൽ വരാൻ കാരണം അബ്രു സൈമണാണ്. അബ്രുവാണ് എന്നെ വിളിച്ചിട്ട് പിന്നെ ശ്രീരാജിൻ്റെ മുന്നിലെത്തുകയും ശ്രീരാജ് എന്നോട് വർത്തമാനം പറയുകയും മണിയും ശ്രീരാജൊക്കെയാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പ്രതാപനും ദേവനും ഞാനും രാജിയും സുഭാഷ് ഏട്ടനൊക്കെ ഉള്ള ഒരു പോലീസ് സൈന്യത്തിൻ്റെ ഒന്നിച്ചാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ബേസിൽ എന്ന് പറഞ്ഞ മഹാനായ നടനുമാണെന്ന് മനസ്സിലാകുന്നത്. എനിക്ക് ഇപ്പെല്ലാം സ്വീപ്പ് പറഞ്ഞാൽ വളരെ സിൻസിയറായിട്ട് പറഞ്ഞാണ്. എനിക്ക് ഇതിൻ്റെ ലൊക്കേഷനിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ ഒന്നിച്ചായിരുന്നല്ലോ നമ്മുടെ കൂടുതൽ എക്സ്പീരിയൻസ് മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ട് എന്നെ ഭയങ്കരമായിട്ട്, ഇത്രയും വലിയൊരു നടൻ ഇത്ര അധികം സപ്പോർട്ട് നമ്മുടെ കോ ആർട്ടിസ്റ്റ് സ്പേസ് ഞങ്ങൾക്ക് തരും. ആ ശ്രീരാജാണ് ഏറ്റവും കൂടുതൽ സ്പേസ് തരിക. അതിൻ്റെ ഒന്നിച്ചിട്ട് ഷൈജു ആയാലും പിന്നെ ലൊക്കേഷനിൽ ഏകദേശം മുഴുവൻ സമയവും അമ്പൂക്കയും സജീവമായിട്ടുണ്ടാവും. അതൊരു മൂലയിൽ അദ്ദേഹം ഇരിക്കുകയും അദ്ദേഹം പ്രതാപം സൂചിപ്പിച്ച മാതിരി എല്ലാം കണ്ട് ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അമ്പൂക്കൻ്റെ. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും അദ്ദേഹത്തിനോട് ആ അത്തരം രീതികളൊക്കെ. അപ്പം ഞങ്ങളെ ഒരുപാട് ആക്ടേഴ്സിന് ഒരുപാട് സ്പേസ് തരും എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായി എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ ബേസിലിനോടും സൗബിക്കയോടും ബാക്കി എല്ലാ ഷൈജുവിനോടും അതിലുപരി ഏറ്റവും ഉപരി ശ്രീരാജിനോടും അമ്പൂക്കയോടും ശിവനോടും ശബരിയോടും ഒക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇതിൽ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടം. ഹായ്, ഞാൻ ചാന്ദിനി. എന്താ പറയാ, ഞാൻ എല്ലാവരും സംസാരിക്കാമെന്ന് വിചാരിച്ചത് മെയിൻലി സെറ്റിൽ കാണുന്ന പോലെയല്ല ഇവിടെ ആരും ഇരിക്കുന്നത്. നമ്മൾ സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ്. സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പം കുറച്ചുകൂടെ മനസ്സിലായി. ഞാൻ ഈ സിനിമയിൽ ഞാൻ കുറച്ചാളിവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് അമേരിക്കയിൽ പോയിരുന്നു. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ഒരു കോൾ വരുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അവിടെ പോയി. ഡയറക്ടർ ശ്രീരാജും ഉണ്ടായിരുന്നു. ഇവരെന്നിട്ട് ഒരു സീക്വൻസ് പറഞ്ഞു, അത് ചെയ്ത് പെട്ടെന്ന് നോക്കുമ്പോൾ സിനിമ എല്ലാം തുടങ്ങി. അപ്പം നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയെങ്കിൽ പോസ്റ്റേഴ്സോ ഈ ട്രെയിലർ കണ്ടാൽ എന്നെ പോലെയല്ല കാണാൻ, ആസ് എൻ എൻ്റെ ഒരു ഒറിജിനൽ ഫിസിക് ആൻഡ് ലുക്ക് വൈസ്. അപ്പം അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിന് മുന്നേ കുറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്കുള്ള ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻസ്. അങ്ങനെ ചാന്ദി അതുപോലെയല്ലല്ലോ കാണാൻ. അപ്പം ഇറ്റ് വോണ്ട് വർക്ക്. പക്ഷേ ശ്രീരാജിന് എന്തായാലും അങ്ങനെ കാണാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, വൈ എന്തിനാ ചാന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ.
പക്ഷെ ആളെ കാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മെറിൻഡ എന്നാണ്. ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ തിങ്ക് ഇവിടെയുള്ള എല്ലാവരുടെയും ക്യാരക്ടേഴ്സിന് ഒരു ക്വർക്കിനെസ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ സൗവിക്ക് മറ്റേ കാലിനൊരു ഞൊടലുണ്ട്, ഒരു വിരലിൻ്റെ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്. അപ്പോൾ യുണീക്ക് ടച്ചസ് എന്തായാലും ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനും തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ. ഇതിന് ഡബ് ചെയ്യാൻ പറ്റി. അതിന് കംപ്ലീറ്റ്ലി ഡയറക്ടറിൻ്റെ സപ്പോർട്ടാണ്. ആൻഡ് ഇതിന് എല്ലാത്തിലും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ്. അമ്പുക്ക ഇപ്പം എല്ലാവരും പറയുന്ന സെറ്റിൽ വന്നാൽ ഒന്നും മിണ്ടില്ല, പക്ഷെ അമ്പുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്, ഭയങ്കര ഒരു പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓറയാണ്. ആൻഡ് ഷൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ആള് ഭയങ്കര നമ്മൾ കംഫർട്ട് ആക്കും. സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ നന്നായിട്ട് പറ്റി. ഇതിലിപ്പോൾ എല്ലാവരും ലിസ്റ്റ് ചെയ്യണം. എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സൗണ്ട് ഡിസൈൻ എല്ലാവരാണെങ്കിലും ഇപ്പോൾ ഷഫീഖാണ് എഡിറ്റർ, മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിന്ദ്. ഇവരെല്ലാവരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും സഭയ്ക്കും മുന്നേ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. സോ ഡാറുവിൻ്റെ ബന്ധവും CIA-യും. പക്ഷെ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി. ഇവിടെ ആളുടെ കൂടെ കോമ്പിനേഷൻ കിട്ടി. അത് രണ്ടുപേരും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ടൈപ്പ് ആക്ടേഴ്സുമാണ്. അപ്പോൾ ആ സീക്വൻസസും നിങ്ങൾ കണ്ടാൽ അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. പിന്നെ എനിക്ക് രാജി മാമിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു, ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് ഹിറ്റ് ഉണ്ടായിരുന്നത്. സോ ആ സീക്വൻസസ് ഇറ്റ് വാസ് വെരി ഫൺ. അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും സിനിമ കാണും, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.